ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ എൻ്റെ ആദ്യത്തെ വോട്ട്. വളരെ ഭക്തി ആദരപൂർവം ചാർത്തി. ഞാൻ പാർലമെൻറ്റിലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. അവസാനം പാർലമെൻറ്റിൽ മുഴങ്ങിക്കേട്ടത് ആ നാമമാണ്. അപ്പോൾ അത് അവിടെ മുതൽ ഒരു നിമിത്തവും ഒരു ദൗത്യവുമായി തോന്നി. ഇത്തവണ ഗുരുവായൂർ വോട്ട് ചെയ്യാൻ സാധിച്ചു. ഗുരുവായൂരപ്പന് നന്ദി. അതെ, പ്രസ്താവന എല്ലാവരും ഇറക്കുന്നുണ്ടല്ലേ. കൊണ്ടുപിടിച്ച് ആണ് 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 എന്ന് പറഞ്ഞവരില്ലേ അല്ലേ? എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറയുന്നത് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു ജനനിശ്ചയം എന്ന് പറയുന്നത് ഇതിനെ ഒന്നും ആധാരമാക്കിയായിരിക്കില്ല. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി, അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവൂ, അങ്ങനെ ആകൂ. അതെ അതെ. അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂർ വലിയ മുന്നേറ്റം അത് ഇത്തവണ നടക്കുമോ? ഏതാ ഈ മുന്നേറ്റം? എങ്ങനെയാണ് മുന്നേറ്റം നടക്കുന്നത്? 2009 മുതൽ തിരുവനന്തപുരത്ത് ഭയങ്കര മുന്നേറ്റമല്ലേ? ആ മുന്നേറ്റം പിന്നെ നമ്മൾ വേറെ എവിടെയാണ് കണ്ടത്? കോർപ്പറേഷൻ ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആരോടായി കണക്ക് പറയുന്നത്? അതൊക്കെ ചുമ്മാ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കണക്ക്, അത്രയേ ഉള്ളൂ. അതൊന്നുമില്ല. ജനങ്ങൾക്ക് വ്യക്തികളിൽ കാലത്തിന് അനുസൃതമായ സമീപനത്തിലൂടെ അവരുടെ മാറ്റങ്ങൾ അവരുടെ വോട്ടിൽ രജിസ്റ്റർ ചെയ്യും. ഞാൻ 2 പ്രാവശ്യം നിന്ന് തോറ്റിട്ടല്ലേ. ഇത്തവണത്തെ ജനവിധി എങ്ങനെയാവുന്ന പ്രതീക്ഷിക്കുന്നത്? സർപ്രൈസസ് ഉണ്ടാവും. ആർക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് എത്ര കിട്ടും, കോൺഗ്രസിന് എത്ര കിട്ടും? നിങ്ങൾ വലിയ എല്ലാ രാഷ്ട്രീയത്തെയും അനലൈസ് ചെയ്യുന്നവരല്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമുണ്ട്. എനിക്കറിയത്തില്ല. നമ്മൾ അങ്ങനെ അല്ല വിലയിരുത്തേണ്ടത്. ഓരോ മണ്ഡലത്തിനും ചില നിശ്ചയങ്ങളുണ്ടാവും. പാർലമെന്റിൽ താമര വിരിഞ്ഞു, നിയമസഭയിൽ എത്ര താമര വിരിയുന്നു? അതെ, അതാ ഞാൻ പറഞ്ഞ 9 മുതൽ അവിടെ വിരിയുന്നുണ്ട്, താമരയല്ല. ഇതുവരെ കോർപ്പറേഷനിൽ വിരിഞ്ഞ എത്ര വർഷമായിട്ട് വിരിയുന്നില്ല കോർപ്പറേഷനിൽ. ഞങ്ങൾ പോലും വിരിഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ. അതൊക്കെ ജനങ്ങളുടെ നിശ്ചയമാണ്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. പിന്നെ ജയിച്ചു കഴിയുമ്പോൾ അതിന് അന്യായമായ ന്യായം പറഞ്ഞ് വരരുത്. അത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അവരെ അവഹേളിക്കുക മാത്രമാണ്. നിങ്ങളായാലും തോറ്റു വീണവരായാലും അങ്ങനെ അപഹസിക്കരുത്. ഉറപ്പായിട്ടുമായിരിക്കും. ഞാൻ ആദ്യം മുതലേ പറയുന്നതല്ലേ. ഡിസൈഡിങ് ഫാക്ടർ ആകുക മാത്രമല്ല, ഇന്ന് ജനങ്ങൾ നിശ്ചയിച്ചാൽ അവർക്ക് കഴിഞ്ഞ ഒരു 5 വർഷമെങ്കിലും ഏറ്റ ദ്രോഹം അത് ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും എന്ന് ഞാൻ പ്രചരണത്തിലും പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഫലമുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, അത് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ മെനിഞ്ഞാന്നത് മണലൂരുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവരെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ പാർട്ടിക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടായി മുന്നേറ്റമുണ്ടാവും. അപ്പോൾ ആ വ്യക്തികളെ ഹത്യ ചെയ്ത് ഇല്ലാതാക്കുക. ഞാൻ ഫ്രം ഡേ 1 ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ വിഷയങ്ങൾ കൊണ്ടുവന്നു. കലാമണ്ഡലം ഗോപി ആശാന്റെ വിഷയം നിങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം തന്നെ പൊളിച്ചടുക്കിയില്ലേ, സ്റ്റിച്ചിടാൻ പറ്റാത്ത പരുവത്തിൽ കീറി തന്നില്ലേ. ഇത് ദൈവമുണ്ട്, സത്യം പുറത്തു വരും, അന്നേരം വരട്ടെ. പിന്നെ ജയിച്ച് കയറി പോകുന്നു എന്ന് പറയുന്ന ഭയപ്പാട് വരുമ്പോൾ ഒന്ന് എങ്ങനെങ്കിലും ഒഴിവാക്കിയെടുക്കണം. എനിക്കെതിരെ എത്ര പെറ്റീഷന് കളക്ടർക്ക് പോയത്, അതെല്ലാം തരണം ചെയ്ത് എൻ്റെ റിസൾട്ട് പോലും ആ കളക്ടർ അനൗൺസ് ചെയ്തെങ്കിൽ ഇപ്പോഴും കോടതിയിൽ പോവുമല്ലേ.
അപ്പോൾ ഇപ്പൊ ശോഭ ജയിച്ച് വന്നു കഴിഞ്ഞ് MLA ആയിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കരുത്. അന്നും കോടതി പോകാൻ വേണ്ടി ഇപ്പോഴേ ഒരു തുണ്ട് അവിടെ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഒരു തുണ്ട് മാത്രമാണിത്. തുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എടുത്തോളൂ. ഈ വിവാദങ്ങളൊന്നും തിരിച്ചടിയാവില്ല ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന്. ആ നിശ്ചയത്തിൽ നിന്നൊന്നും നിങ്ങളുടെ ഈ ചെപ്പടി വിദ്യയും മറ്റേ അവർ പറയുന്ന പോലെ എന്താ പൊറോട്ട നാടകമോ അതൊന്നും കേൾക്കത്തില്ല. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.